Back to Axonus Learning online classes. So, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ 34th ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി 33rd വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ഒരുമിച്ച് പഠിച്ചു പോരുകയാണ്. അതായത് നമ്മുടെ എക്സാം അടുക്കാറായ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് ഈ ക്ലാസ്സുകൾ കാണുന്നത്. നമുക്ക് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, 34th ക്വസ്റ്റ്യന് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. വാട്ട് വർ ദി 4 പ്രോപ്പർ ഫോംസ് ഓഫ് ട്രഡീഷണൽ ഹിന്ദു മാരേജ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാതിരുന്നത്, ഇത് കുറച്ചുകൂടി പറയാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാതിരുന്നത്. നമ്മൾ ഒരു 4 മാരേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സോഗാമി, എൻഡോഗാമി, ഹൈപ്പർഗാമി, ഹൈപ്പോഗാമി. ഈ 4 മാരേജസ് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ഒരു ട്രഡീഷണൽ വേ ഓഫ് ഹിന്ദുയിസത്തിൽ 4 മാരേജുകൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 8 മാരേജുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എത്രയേ ഉള്ളൂ, ഒരു 4 മാരേജുകളേ ഉള്ളൂ. അപ്പോൾ ആ 4 മാരേജുകളും കൂടി നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മൾ ഇനി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഇൻ ട്രഡീഷണൽ ഹിന്ദു സൊസൈറ്റി 8 ഫോംസ് ഓഫ് മാരേജ് വെർ റെക്കഗ്നൈസ്ഡ്. 8 മാരേജുകളാണ് ട്രഡീഷണൽ ആയിട്ട് ഹിന്ദു സൊസൈറ്റിയിൽ പറയുന്നത്. അതിനുശേഷം ഫസ്റ്റ് 4 ആണ് എന്ത് പറയുന്നത്, പ്രോപ്പർ ആയിട്ടുള്ളതും ഡിസൈറബിൾ ആയിട്ടും പറയുന്നത് ആദ്യത്തെ 4 മാരേജുകളാണ്. ആ ആദ്യത്തെ 4 മാരേജുകൾ എന്താ എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് 1 ആണ് ബ്രഹ്മ മാരേജ്. എന്താണ് ബ്രഹ്മ മാരേജ്? ബ്രഹ്മ മാരേജ് എന്ന് പറഞ്ഞാൽ ദ ഫാദർ പ്രസന്റ് ഹിസ് ഡോട്ടർ ആസ് എ ഗിഫ്റ്റ് ടു എ മാൻ. അതായത് ഒരു പുരുഷന് സ്വന്തം മകളെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അതെങ്ങനെയായിരിക്കും, ആ പുരുഷനെ നന്നായിട്ട് മനസ്സിലാക്കി അവൻ നല്ലവനാണ്, അവൻ്റെ ക്യാരക്ടർ നല്ലതാണ്, അവൻ എൻ്റെ മോളെ പൊന്നു പോലെ നോക്കും. ഇതൊക്കെ ഞാനൊരു എക്സാജറേഷന് വേണ്ടി പറയുന്നതുണ്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ കണക്കിലെടുത്തിട്ട് ഒരു പിതാവ് തൻ്റെ മകളെ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, ആ ആളെ കണ്ടെത്തുന്നതും പിതാവ് തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള മാരേജിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ബ്രഹ്മ മാരേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ബ്രഹ്മ മാരേജ് ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ദൈവ മാരേജ് ആണ്. ദൈവ മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഡിവൈനിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് ദൈവത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് നമ്മളിന്ന് പ്രീസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് നമ്പൂതിരിമാരൊക്കെ ഉണ്ടാവില്ലേ, പൂജാരികളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രീസ്റ്റുകൾക്ക് മകളെ ദാനമായിട്ട് ദൈവത്തിന് കൊടുക്കുന്ന ഗിഫ്റ്റായിട്ട് കണ്ടുകാണ്ട് ആ പ്രീസ്റ്റിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അതായത് പേരൻസ് പ്രീസ്റ്റിന് ഒരു ദൈവത്തിനുള്ള ഒരു ഗിഫ്റ്റായിട്ട് ഈ പ്രീസ്റ്റിന് മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദൈവ മാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ദൈവ മാരേജ്? ദ ഫാദർ ഗീവ്സ് ഹിസ് ഡോട്ടർ ടു എ ബ്രാഹ്മിൻ പ്രീസ്റ്റ്. അങ്ങനെ വെറുതെ ഏതെങ്കിലും പ്രീസ്റ്റിനൊന്നും കൊടുക്കൂല കേട്ടോ, ബ്രാഹ്മിൻ പ്രീസ്റ്റിനെ കൊടുക്കുള്ളൂ. ആർക്കാണ്? ബ്രാഹ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രീസ്റ്റിന് മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത് നമ്മുടെ ദൈവ മാരേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർഷ മാരേജ് ആണ്. എന്താണ് ആർഷ മാരേജ് എന്ന്? ദ ഗ്രൂം ഓഫേഴ്സ് സർട്ടൻ ഗിഫ്റ്റ്സ്, ടിപ്പിക്കലി എ പെയർ ഓഫ് കൗസ് ബുൾ ടു ദ ബ്രൈഡ്സ് ഫാദർ ബിഫോർ ദ മാരേജ് സെറിമണി. അതായത് ഗ്രൂം എന്ത് ചെയ്യാണ്, അതായത് ചെക്കൻ, കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ എന്ത് ചെയ്യാണ്, അന്നത്തെ ഒരു ട്രഡീഷണൽ ഹിന്ദു മാരേജ് ആണ്. അപ്പം നമ്മൾ ആലോചിക്കണം, പണ്ടുള്ള കാലത്ത് നിലനിന്നിരുന്നതാണ്. അപ്പോൾ പണ്ടുള്ള കാലത്ത് വെൽത്ത് എന്ന് പറഞ്ഞ വേദിക് പീരീഡിലാണ് ഈ ഒരു മാരേജുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് അവരുടെ റിച്ചാണ് എന്ന് തെളിയിക്കാൻ ഒരു 4 കാള മുറ്റത്ത്, അതേപോലെ കുറച്ച് പശുക്കൾ, ഇതൊക്കെ എല്ലാ ആളാണെന്നുണ്ടെങ്കിൽ അന്ന് അയാളായിരിക്കും ആ സമൂഹത്തിൽ, സൊസൈറ്റിയിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ. നമ്മൾ ഇന്നത്തെ അംബാനി എന്നൊക്കെ പറയുന്ന പോലെ കുറേ കാളയും പോത്തും ഒക്കെ ഉള്ള ആളുകൾ അന്ന് റിച്ച് ആയിട്ടുള്ള ആളുകൾ. ഇന്ന് അംബാനിക്കാവുന്നല്ല, വല്ല BMW എന്നല്ല കേട്ടോ, വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്ത് എന്ന് പറയുന്നത്, റിച്ച്നെസ്സിനെ ട്രഡീഷണൽ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ റിച്ച് ആയിട്ടുള്ള ഒരാൾ ഒരു ഫാദറിന്, ഒരു പെൺകുട്ടിയുടെ ഫാദറിന് ഒരു കുറച്ച് കാളനെയും പശുക്കളെയും ഒക്കെ ഫാദറിന് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ട്
മകളെ കല്യാണം കഴിക്കുന്നതാണ് ആർഷ മാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫാദറിന് ചെക്കൻ എന്ത് ചെയ്യും, കാളനെയും പശുവിനെയും ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മകളെ വിവാഹം കഴിച്ചു കൊടുക്കും. ആ പിതാവിൻ്റെ മകളെ വിവാഹം കഴിക്കുന്നു. അതാണ് എന്ത് എന്ന് പറയുന്നത്, ആർഷ മാരേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആർഷ മാരേജും ക്ലിയർ ആണ്. ഇനി നമുക്കൊരു മാരേജ് കൂടി പറയാണ്ട്, പ്രജാപത്യ മാരേജ്. ഏതാണ്? പ്രജാപത്യ മാരേജ്. അപ്പോൾ നമ്മൾ ബ്രഹ്മ മാരേജ് പറഞ്ഞു, ദൈവ മാരേജ് പറഞ്ഞു, ആർഷ മാരേജ് പറഞ്ഞു, ഇനി പ്രജാപത്യ മാരേജ്. ഈ 4 മാരേജുകൾ കൂടി ട്രഡീഷണൽ ഹിന്ദു സൊസൈറ്റി. അപ്പം മാരേജുകളെ കുറിച്ച് എഴുതാണെന്നുണ്ടെങ്കിൽ അത് ഏതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് വേണ്ട. ഏതാണ്? പെൻഡോഗാമി, എക്സാമോഗാമി, ഹൈപ്പർഗാമി, ഹൈപ്പോഗാമി, ഇതൊക്കെ എന്താണ്? മാരേജുകൾ തന്നെയാണ്. പക്ഷേ ട്രഡീഷണൽ ഹിന്ദു സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന മാരേജുകളാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിലാണ് നിങ്ങൾ എന്തെഴുതേണ്ടത്? ഈ ഒരു പ്രജാപത്യ മാരേജ്, ദൈവ മാരേജ്, ആർഷ മാരേജ്, ബ്രഹ്മ മാരേജ് ഒക്കെ എഴുതേണ്ടതായിട്ടുള്ളത്. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് പ്രജാപത്യ മാരേജ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ദ ഫാദർ ഗീവ്സ് ഹിസ് ഡോട്ടർ ടു എ മാൻ ആഫ്റ്റർ ഹാവിങ് എ പ്രോപ്പർ നെഗോഷിയേഷൻ ആൻഡ് എഗ്രിമെന്റ് വിത്ത് ദ മാൻസ് പാരന്റ്. അതായത് ഇപ്പം ഇന്നൊക്കെ ചില സമൂഹത്തിൽ അല്ലെങ്കിൽ ചിലയിടത്ത് കാണാൻ പറ്റുന്നതാണ്. അതായത് ചെറുക്കൻ്റെ പേരൻസ് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറയും. ആരോട്? പെണ്ണിൻ്റെ പേരൻസിനോട്. അതിനൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്ന മാരേജാണ് എന്തെന്ന് പറയുന്നത്, പ്രജാപത്യ മാരേജ് എന്ന് പറയുന്നത്. അവർക്ക് കുറച്ച് എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും, കുറച്ച് നെഗോഷിയേഷൻസ് ഉണ്ടാവും. ഡൗറി ഇത്ര വേണം, അല്ലെങ്കിൽ പെണ്ണിനെ കൊണ്ടുമ്പോൾ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ തരണം, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് നെഗോഷിയേഷൻസ് ഒക്കെ വരുന്ന ഒരു മാരേജ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രജാപത്യ മാരേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വി ഹാവ് 4 kinds ഓഫ് ട്രഡീഷണൽ മാരേജ് ഇൻ ഹിന്ദുയിസം, ദറ്റ് ആർ ബ്രഹ്മ മാരേജ്, ദൈവ മാരേജ്, ആർഷ മാരേജ് ആൻഡ് പ്രജാപത്യ മാരേജ്. അങ്ങനെ 4 ട്രഡീഷണൽ ഹിന്ദു മാരേജുകളാണ് നമുക്ക് ഉള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. കൂടാതെ എക്സ്ട്രാ കുറച്ച് മാരേജുകളുണ്ട്. എൻഡോഗാമി, സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന കുറച്ച് മാരേജുകളുണ്ട്. എൻഡോഗാമി, എക്സോഗാമി, ഹൈപ്പർഗാമി, ഹൈപ്പോഗാമി. അതായത് ഹൈപ്പർഗാമി എന്ന് പറയുന്നത് അനുലോമ, ഹൈപ്പോഗാമി എന്ന് പറയുന്നത് പ്രതിലോമ മാരേജ്. ക്ലിയർ ആണല്ലോ? മാരേജുകളെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ? ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകൾ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. ബാക്കി നമ്മൾ കയ്യിൽ നിന്നിട്ട് അങ്ങോട്ട് എഴുതുക എന്നൊക്കെ പറയില്ലേ, എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കയ്യിൽ നിന്നിട്ടാണെങ്കിലും എഴുതി ഫലിപ്പിക്കാം ഇല്ലേ? ഒന്നും അറിയാതെ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? ഇല്ല. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിങ് കൊണ്ടുള്ള മെയിനായിട്ടുള്ള നിങ്ങൾക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ് നമ്മൾ അടുത്ത പറയാണ് 35th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കസ് ദി കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഗിവൻ ബൈ കാൾ മാക്സ് ആൻഡ് വെബർ. കാൾ മാക്സിൻ്റെയും വെബറിൻ്റെയും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ച് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കാൾ മാക്സ് ആണ്. കാൾ മാക്സ് ആരാ? കമ്മ്യൂണിസം കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആര് എന്ന് പറയുന്നത്? കാൾ മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലാസ്സസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതായിരുന്നു ആര് എന്ന് പറയുന്നത് കാൾ മാക്സ് എന്ന് പറയുന്നത്. സോ കാൾ മാക്സിൻ്റെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. കാൾ മാക്സിൻ്റെ വ്യൂവിൽ എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആര് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്? ക്ലാസ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. കാൾ മാക്സിൻ്റെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വ്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ക്ലാസ്സസുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അപ്പർ, മിഡിൽ, ലോവർ ഇങ്ങനെയുള്ള ക്ലാസ്സുകളെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു, ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാക്സ് ബിലീവ്ഡ് ദ ബേസിക് വേ ഓഫ് സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഈസ് ത്രൂ ക്ലാസ്സസ്. ക്ലാസ്സുകൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്യേണ്ടത്. എന്താണ് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? നമ്മൾ പറഞ്ഞതല്ലേ, സൊസൈറ്റീനെ പല പല ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്സിന്റെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ക്ലാസസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് മാർക്സ് പറയുന്നത്.
he saw society split into two conflict group. അതായത് വർക്കിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ റൂളിംഗ് ക്ലാസ്സും, ഇങ്ങനെയുള്ള രണ്ട് ക്ലാസ് ആക്കിയിട്ടാണ് ആര് തിരിച്ചിട്ടുള്ളത്? നമ്മുടെ കാൾ മാർക്സ് തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് രണ്ട് ക്ലാസ്? റൂളിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സും. ഈ രണ്ട് ക്ലാസ് ആണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ക്ലാസ്സസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മാർക്സ് എന്ത് ചെയ്തിട്ടുള്ളത്? തിരിച്ചിട്ടുള്ളത്, ഡിവൈഡ് സോഷ്യലി സ്ട്രാറ്റിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? conflicting based on purely on their relationship with the means of production വെച്ചിട്ട്. അതെന്തൊക്കെയാണ്? റിസോഴ്സസ്, ടെക്നോളജി, ടൂൾസ് നീഡഡ് ഫോർ പ്രൊഡ്യൂസ് ഗുഡ്സ്. അതല്ലേ പ്രൊഡക്ഷൻ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് മാർക്സ് രണ്ടെണ്ണാക്കിയാണ്ട് എന്നിങ്ങനെ വർക്കിംഗ് ക്ലാസ്, റൂളിംഗ് ക്ലാസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത്. റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത് കൺട്രോൾ ദിസ് റിസോഴ്സസ്, പ്രൊഡക്ഷനായിട്ടും ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് കൺട്രോൾ ചെയ്യുന്നവരാണ് റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കഴിവുകളെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ആ ലേബർ വിൽക്കുന്നതാണ് ആര് എന്ന് പറയുന്നത്? വർക്കിംഗ് ക്ലാസ്. അതായത് ഒന്ന് മുതലാളിമാരും രണ്ടാമത്തത് ആരാണ്? നമ്മളെ തൊഴിലാളികളും. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൂളിംഗ് ക്ലാസ് കൊണ്ടും വർക്കിംഗ് ക്ലാസ് കൊണ്ടും കാൾ മാർക്സ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കാൾ മാർക്സിൻ്റെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ക്ലാസസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതും തന്നെ പ്രൊഡക്ഷൻ്റെ ബേസിസിൽ വർക്കിംഗ് ക്ലാസ് നിന്നും റൂളിംഗ് ക്ലാസ് നിന്നും വർക്കിംഗ് ക്ലാസ് നിന്നും തിരിച്ചിട്ടുണ്ട്. റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത് ആരാണ്? ആ റിസോഴ്സുകൾ, നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ തരുന്ന ആൾക്കാരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ്റെ ഇൻ്റലക്ച്വൽ ആൻഡ് ഫിസിക്കൽ എബിലിറ്റീസ് കൊടുക്കുന്ന, ലേബർ കൊടുക്കുന്ന ആളുകളാണ് എന്തെന്ന്? തൊഴിലാളികളാണ്. ആര് എന്ന് പറയുന്നത്? വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. അതാണ് മാർക്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വെബറിൻ്റെ തിയറിയാണ്. വെബറിൻ്റെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് നമുക്ക് പറയാനുള്ളത്. മാക്സ് വെബർ കറക്റ്റഡ് മാക്സ് ഐഡിയാസ് ആർഗ്യൂയിങ് ദാറ്റ് സോഷ്യൽ ഡിവിഷനിലെ മോർ ദാൻ ജസ്റ്റ് ക്ലാസ്. വെബർ എന്താ പറയുന്നത് വെച്ചാൽ, മാർക്സ് പറഞ്ഞതുപോലെ ഒന്നല്ല, ക്ലാസ്സിനെ മാത്രമായിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. ക്ലാസ് വെച്ചിട്ട് മാത്രം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് ആര് പറയുന്നത്? മാർക്സ് പറയുന്നത്. എന്തുകൂടി വേണം? ബാക്കി കുറച്ച് ഫാക്ടേഴ്സും കൂടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടക്കൂ. അതിനുള്ളതാണ് ക്ലാസ്, സ്റ്റാറ്റസ്, പവർ. മാർക്സ് പറഞ്ഞ ക്ലാസ് ഓക്കെ ആണ്, പക്ഷേ എന്താ കാൾ മാർക്സ് പറഞ്ഞ ഇതെന്ത്? ക്ലാസ്സിനും വെച്ച് നമുക്ക് തിരിക്കാം, ഓക്കെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമാവില്ല, അതിൽ കൂടെ എന്തും കൂടി കൂട്ടണം. സ്റ്റാറ്റസും പവറും കൂടി കൂട്ടിയാൽ മാത്രമേ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നിലവിലാവുകയുള്ളൂ എന്നാണ് ആര് പറയുന്നത്? മാക്സ് വെബർ പറയുന്നത്. മാക്സ് വെബർ കറക്റ്റഡ് മാർക്സ് ഐഡിയ ആർഗ്യൂയിങ് ദാറ്റ് സോഷ്യൽ ഡിവിഷൻ റിലൈസ് ഓൺ മോർ ദാൻ ജസ്റ്റ് ക്ലാസ്സിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് പറയുന്നത്. വെബർ ബിലീവ്ഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ 3 സെപ്പറേറ്റ് ഇന്ററാക്ടിങ് എലമെന്റ്സ്. 3 എലമെന്റ്സ് ഉണ്ടാകുമ്പോഴാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടക്കുന്നത് എന്നാണ് മാക്സ് വെബർ പറയുന്നത്. അതാ എന്തൊക്കെയാണ്? ക്ലാസ്, സ്റ്റാറ്റസ്, പവർ. എന്തൊക്കെയാണ്? ക്ലാസ്, സ്റ്റാറ്റസ്, പവർ. അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കാം. ക്ലാസ് ഈസ് സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ആൻഡ് റിലേറ്റ് എക്കണോമിക് പൊസിഷൻ. അതായത് ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്കണോമിക് പൊസിഷൻ നിർണ്ണയിക്കുന്നതും ക്ലാസ് ആണ്. പക്ഷേ ഈ ഒരു ക്ലാസ് കൊണ്ട് മാത്രം എന്താവില്ല? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വരില്ല എന്നാണ് പറയുന്നത്. സ്റ്റാറ്റസ് എന്തുകൊണ്ടാണ്? സോഷ്യൽ ഹോണർ, റെസ്പെക്ട്, പ്രസ്റ്റീജസ്, ഹോൾഡ് ആൻഡ് വിച്ച് ഓഫൻ ടൈഡ് ലൈഫ് സ്റ്റൈല്. അതായത് ഒരാളുടെ ഹോണർ, റെസ്പെക്റ്റ്, അതുപോലെ തന്നെ പ്രസ്റ്റീജ് ഓഫ് എ പേഴ്സൺ ഹോൾഡ്, അയാൾക്ക് കിട്ടുന്ന പ്രസ്റ്റീജ്, ഇതൊക്കെ വെച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാറ്റസ് റെഫേഴ്സ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഹോണർ ഓഫ് റെസ്പെക്റ്റ്, നമുക്ക് കിട്ടുന്ന ബഹുമാനം, പിന്നെ പ്രസ്റ്റീജ്, ഇതൊക്കെയാണ് എന്തെന്ന്? സ്റ്റാറ്റസ്. അതും എന്താണ്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്നാണ് ആര് പറയുന്നത്? മാക്സ് വെബർ പറയുന്നത്. പവർ റെഫേഴ്സ് ടു എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് ടു മേക്ക് ഒബേ ദം ഓഫൻ ദ പൊളിറ്റിക്കൽ മീൻസ്. അതൊരു പൊളിറ്റിക്കൽ മീൻസിലാണ് പവർ എന്ന് പറയുന്നത്. ഭരിക്കുന്ന ആളുകൾ, അതിനെയാണ് ഭരിക്കാൻ കഴിവുള്ള, അതാണ് പവർ എന്ന് പറയുന്നത്. അതും എന്തിനെ ബേസ് ചെയ്യുന്നുണ്ട്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ ബേസ് ചെയ്യുന്നുണ്ട് എന്നാണ് മാക്സ് വെബർ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ നമുക്ക് പറയാനുള്ളത്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആരുടെയൊക്കെ വ്യൂസിൽ? മാക്സ് വെബറിൻ്റെയും കാൾ മാർക്സിൻ്റെയും
സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ നമുക്ക് പറയാനുള്ളത്. കാൾ മാർക്സ് പറഞ്ഞു ക്ലാസിൻ്റെ ബേസിലായിരിക്കണം. മാക്സ് വെബർ പറഞ്ഞു ക്ലാസിൻ്റെ ബേസിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൂടി ഉണ്ട്, ക്ലാസ്, സ്റ്റാറ്റസ്, പവർ, ഇത് മൂന്നും ആണ് എന്തിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ്. ആര് പറയുന്നത്, നമ്മുടെ മാത്സ് പറയുന്നത്. ആര് പറയുന്നത്, മാർക്സ് പറയുന്നത്. ആരും എന്ത് ചെയ്യരുത്, വെറുതെ നിങ്ങൾ ഉറക്കം വന്നിരിക്കരുത്. കാരണം എന്താണ്, നമുക്ക് എക്സാം ആണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, അങ്ങോട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫിറ്റായിട്ട് ഇരിക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നന്നായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ട് ഇരിക്കുക. നമ്മളിവിടെ സെറ്റാണ്, നിങ്ങളും അവിടെ എന്തായിരിക്കണം, സെറ്റായിരിക്കണം. ആണല്ലോ, സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവട്ടെ. സോ ഇതാ പിടിച്ചോ നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 36th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സോഷ്യലൈസേഷൻ ഇൻ ദി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ എന്താണ് നോക്കേണ്ടത്, സോഷ്യലൈസേഷൻ. എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു കുട്ടി അതിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യണം, ആരെ റെസ്പെക്റ്റ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ പാലിക്കണം ചെയ്ത്, ഇതൊക്കെയാണ് ഒരു പേഴ്സണാലിറ്റി എന്ന് പറയേണ്ടത്. മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, നമ്മുടെ ഒരു സ്വഭാവം, ഇതൊക്കെ എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അതിൽ സോഷ്യലൈസേഷന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നതിനെയും ബിഹേവ് ചെയ്യുന്നതിനെയും ഇടപഴകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നത്, സമൂഹത്തിൽ നിന്ന് ഇടപെടുന്നത്, സമൂഹത്തിൽ ജീവിക്കുന്നത്. ദാറ്റ്സ് ഓൾ ആർ ദി കൈൻഡ്സ് ഓഫ് ദി സോഷ്യലൈസേഷൻ. അതെല്ലാം എന്താണ്, സോഷ്യലൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സോഷ്യലൈസേഷൻ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. Socialization plays a dominant and vital role in the personality development and character formation. Personality development ആയാലും character formation ആയാലും ഒരു കുട്ടിയുടെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ദി പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. ഓക്കെ, പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ കൊണ്ടാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ക്യാരക്ടർ ഫോർമേഷനും ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാനുള്ളത് ലേണിംഗ് സൊസൈറ്റി റൂൾസ്. സൊസൈറ്റിയിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഇടപഴകാതെ സൊസൈറ്റിയിൽ നിൽക്കാതെ നമ്മൾ വീട്ടിനുള്ളിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് റൂള്, പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് ഡ്രസ്സിങ് സ്റ്റൈല് പുതിയത് വന്നിട്ടുള്ളത്, ഇതൊക്കെ നമുക്കറിയാൻ പറ്റുമോ, ഇല്ല. അതെല്ലാം നമ്മൾ പഠിക്കുന്നത് എവിടുന്നാണ്, സോഷ്യലൈസേഷനിലൂടെയാണ്. സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് സമൂഹത്തിൽ നിന്നാണ് നമ്മളത് പഠിക്കുന്നത്. അതാണ് എന്ത് എന്ന് പറയുന്നത്, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യലൈസേഷൻ is the process where the child learns the cultural patterns, norms and values. Cultural patterns പഠിക്കുന്നത്, നോംസ് പഠിക്കുന്നത്, വാല്യൂസ് പഠിക്കുന്നത് എവിടെ നിന്ന്, ഒരു ഗ്രൂപ്പിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും പഠിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതെന്തിന് കാരണമാവുന്നുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡെവലപ്പിംഗ് സോഷ്യൽ ബിഹേവിയർ. ഒരു സോഷ്യൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാൻ സോഷ്യലൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ത്രൂ ദിസ് പ്രോസസ് ദ ചൈൽഡ് ലേൺസ് ടു പെർഫോം ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ റോൾസ്. നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കുറച്ച് റോൾസ് ഉണ്ട്, സോഷ്യലായിട്ട് നമുക്ക് കുറച്ച് റോൾസ് ഉണ്ട്. നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ റോൾസ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ചെയ്യാൻ പഠിക്കുന്നത് എവിടുന്നാണ്, ത്രൂ ദി പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്. പ്രോസസ് ഓഫ് സോഷ്യലൈസേഷനിൽ നിന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. സൊസൈറ്റിയിൽ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കണം, എവിടെ നോ പറയണം, എവിടെ യെസ് പറയണം, ഇതൊക്കെ പഠിക്കുന്നത് എന്താണ്, സോഷ്യലൈസേഷനിലൂടെയാണ് എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ക്യാരക്ടർ. ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, സോഷ്യലൈസേഷനിലൂടെയാണ് എന്നാണ് പറയുന്നത്. ഒരു ക്യാരക്ടർ, ഒരു കുട്ടി ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത് സോഷ്യലൈസേഷനിലൂടെയാണ്. സോഷ്യലൈസേഷൻ ഈസ് എ ക്രൂഷ്യൽ ബിക്കോസ് ഇറ്റ് ഇൻകൾക്കേറ്റ്സ് ഡിസിപ്ലിൻ, പ്രൊമോട്ട് ഓർഡർലി ബിഹേവിയർ ആൻഡ് ഫർണിഷസ് സ്കിൽ നെസസറി ഫോർ ആൻ ഇൻഡിവിജ്വൽ സെൽഫ് ഡെവലപ്മെന്റ്. ഒരു ഇൻഡിവിജ്വലിന്റെ സെൽഫ് ഡെവലപ്മെന്റിന് അത്യാവശ്യമായിട്ടുള്ളതാണ് എന്ത് എന്ന് പറയുന്നത്, സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
These elements ultimately form a individual personality. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതിലേക്ക് ഒരു കുട്ടിയെ നയിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സോഷ്യലൈസേഷനാണ് എന്തെന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ബാക്കിയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പം ഡിസ്കസ് ചെയ്യുക എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ ഫാക്ട്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പറയണം, അറിയിക്കണം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട്. താങ്ക് യു.